ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗ്രൈൻഡിങ് മെഷീൻ സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് വെർട്ടെക്സ് ഗിയർ മെഷീനറി ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ്. വെറൈറ്റി ടൈപ്പ് ഓഫ് മെഷീൻസ് കണ്ടപ്പോൾ നിങ്ങളെല്ലാം ഇതൊന്ന് കാണിക്കാൻ വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നീട് എനിക്കൊക്കെ ഇതൊന്ന് കാണാമല്ലോ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് എന്നറിയിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ് ഇത്. സോ കമ്പനീനെ പറ്റി പറയുകയാണെങ്കിൽ ദേ ആർ വൺ ഓഫ് ദ മെയിൻ ലീഡിങ് ഡീലർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ. അവർ മെയിൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് യൂസ്ഡ് ഗിയർ മെഷീൻ, ഗ്രൈൻഡിങ് മെഷീൻ, ഹോബിങ് മെഷീൻസ് അങ്ങനെയൊക്കെയാണ്. എല്ലാം ഇന്ത്യൻ കമ്പനീസ് ഒന്നുമില്ല. ദ മെഷീൻസ് ആർ ഇമ്പോർട്ടഡ് ഫ്രം യൂറോപ്പ്, USA, UK. അതെ, ഈ കൺട്രീസിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. ക്വാളിറ്റി, ഹൈ റിജിഡിറ്റി, ഓപ്പറേഷൻ ഫ്രണ്ട്ലിനെസ്, പിന്നെ പെർഫോമൻസ്. ഇറ്റ്സ് വെരി ഗുഡ്, അമേസിങ്. ഓൾസോ ലോ മെയിൻ്റനൻസ് ആണ്. ദെൻ നമ്മളിപ്പോൾ കാണുന്നത് കൂപ്പർ 150യുടെ ഒരു ഹോബിങ് മെഷീനാണ്. ഇത് ഒരു കൂപ്പറിൻ്റെ ഒരു മെഷീനാണ്. ഒരുപാട് ടൈപ്പ് ഓഫ് മെഷീൻസ് ഉണ്ട്. ഈ കമ്പനീസിലെ മെഷീൻസ് ആർ യൂസ്ഡ് മീൻസ് സെക്കൻഡ് ഹാൻഡ് ആണ്, ബട്ട് മെഷീൻ വർക്ക് ജസ്റ്റ് ലൈക്ക് ന്യൂ. അവരുടെ യെസ്, വി ആർ ദ റെട്രോഫിറ്റേഴ്സ്. സോ നമുക്ക് അത് റെട്രോഫിറ്റ് ചെയ്തിട്ട് ഒരു ന്യൂ ആയിട്ട് അതിൻ്റെ വയറിംഗ് ആയാലും സെർവോ മോട്ടോഴ്സ് ആയാലും കൺട്രോളർ ആയാലും നമ്മൾ മാറ്റി കൊടുക്കുന്നതായിരിക്കണം. ബിക്കോസ് വി ആർ ദ റെട്രോഫിറ്റേഴ്സ്. സോ നമ്മളായിട്ട് അവർ നമ്മളെ ക്ലയൻറ്റുമായിട്ട് മീറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളൊരു ന്യൂ ആയിട്ട് നമ്മൾ ആ മെഷീൻസിൻ്റെ അവർക്ക് ആക്കി കൊടുക്കും. സോ അങ്ങനെ ഒരു വർക്കിന് വന്നതാണ് ഞാൻ. പിന്നെ അവർ ഈച്ച് മെഷീൻസും അവർ ടെക്നിക്കലി ടെസ്റ്റ് ചെയ്യും. ബിക്കോസ് ദേ ഹാവ് 25+ സർട്ടിഫൈഡ് എഞ്ചിനീയേഴ്സ്. നമ്മൾ റെട്രോഫിറ്റേഴ്സ് ചെയ്ത ഒരു മെഷീൻസ് അവർ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവരത് ക്ലയൻറ്റിന് കൊടുക്കുകയുള്ളൂ. പിന്നെ അവരുടെ സ്പെയേഴ്സ് എല്ലാം കംപ്ലീറ്റ്ലി ടെസ്റ്റ് ചെയ്യും. പിന്നെ ട്രയൽ ടെസ്റ്റ് ഉണ്ടാകും. സോ ദേ അഷ്വർ ദി ഡ്യൂറബിലിറ്റി, പിന്നെ പെർഫോമൻസ് ആൻഡ് എഫിഷ്യൻസി. ഇതൊരു ഗ്രൈൻഡിങ് ഷേവർ ആയിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇവിടെ ത്രെഡ് ഗ്രൈൻഡർ മെട്രിക് 37 ആൻഡ് ത്രെഡ് ഗ്രൈൻഡർ മെട്രിക് 16U, അങ്ങനെ ഒരുപാട് മെഷീൻസ് ഉണ്ട്. എനിക്ക് ഇങ്ങനെ ഓരോരോ മെഷീൻസ് കാണുമ്പോൾ ഐ എം വെരി ഹാപ്പി. പിന്നെ അവരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ ഈ മെഷീൻസിൻ്റെ വർക്കിംഗ് കേൾക്കുമ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കേൾക്കുമ്പോൾ എല്ലാം ഞാൻ അന്തം വിട്ട് നിന്നിട്ടുണ്ട്. ഇത് ഞാനും സാറും കൂടി വന്ന കാറാണ്. ഇത് ഫാറ്ററിൻ്റെ ഒരു ഹോബിങ് മെഷീനാണ്. ഫാറ്ററിൻ്റെ ഒരുപാട് മെഷീൻസ് ഉണ്ട് ഇവിടെ. ഇത് ഗിയർ ഷേവറിൻ്റെ ഒരു മെഷീനാണ്. ഗിയർ ഷേവറിൻ്റെ ഒരുപാട് മെഷീൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ത്രെഡ് ഗ്രൈൻഡർ ഉണ്ട്, സർഫസ് ഗ്രൈൻഡർ ഉണ്ട്, ഗിയർ ഹോബിങ് മെഷീൻ ഉണ്ട്. ഗിയർ ഹോബിങ് സിമേഡൊക്കെ ഗിയർ ഹോബിങ് ഉണ്ട്. പിന്നെ സ്പൈറൽ ബിവർ ഗിയർ ഉണ്ട്, യൂസ്ഡ് ഗിയർ ഷേപ്പർ ഉണ്ട്. ഗിയർ ഷേപ്പറിനൊക്കെ ഒരു 40,000 റുപ്പീസിൻ്റെ ഗിയർ ഷേപ്പർ മെഷീനൊക്കെ ഉണ്ട്. ലോറൻസ് LS200ൻ്റെ മെഷീനൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഒരു CNC മെഷീനാണ്, 5 ആക്സിസ് മെഷീനാണ്. റൊട്ടേഷനും ഉണ്ട്, XYZ ഉണ്ട്. ഇതാണ് കൺട്രോളറാണ്. ഈ സൈഡിൽ കാണുന്നതാണ് ഫാനൂക്കിൻ്റെ കൺട്രോളറാണ് ഇത്. പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യ മാർട്ടിൽ നോക്കിയാൽ കാണാം ഒരുപാട് വെർട്ടെക്സ് ഗിയർ മെഷീനറിയിൽ ഇന്ത്യ മാർട്ടിൽ ഒരുപാട് മെഷീൻസ് ഉണ്ട്. അതിൻ്റെ സ്പെസിഫിക്കേഷൻസും റേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ലോ കോസ്റ്റിലുള്ള മെഷീൻസ് ഉണ്ട്, 3 lakh, 4 lakh, 5 lakh മെഷീൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഒരുപാട് മെഷീൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇവിടുത്തെ ഒരു ബൈയാണ് എനിക്ക് ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ അറിഞ്ഞത്. ഇവിടെ ഞാൻ ഡൽഹിയിൽ വന്നിട്ടാണ് ഇങ്ങനത്തെ CNC മെഷീൻ ഫസ്റ്റ് ടൈം കാണുന്നത് തന്നെ. അതിൻ്റെ മുന്നേ ഞാൻ ഒരു CNC മെഷീനും കണ്ടില്ല. ഞാനിങ്ങനെ റെസിസ്റ്റർ, കപ്പാസിറ്റർ അങ്ങനത്തെ ഓരോരോ ഇത് അല്ലാതെ നമ്മുടെ ഓരോരോ ഫാക്ടറി കണ്ടെന്നല്ലാതെ CNC മെഷീൻ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഡൽഹിയിൽ വന്നിട്ടാണ് ഒരുപാട് ടൈപ്പ് ഓഫ് മെഷീൻസ് കാണാൻ പറ്റി. അല്ലെങ്കിൽ ഒരു ത്രെഡ് എങ്ങനെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ക്രൂ എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. നമ്മൾ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവില്ല. സോ CNCയിൽ ഒരുപാട് വർക്കിങ്ങും CNCയുടെ ഒരുപാട് ടൈപ്പുകളും കാണാൻ പറ്റിയത് എനിക്ക് ഇവിടെയാണ്. സോ ഐ എം വെരി ഹാപ്പി. ഇതേപോലെ ഓരോരോ ഓപ്പർച്യൂണിറ്റി തന്ന എൻ്റെ സാറന്മാർക്കും എനിക്ക് വളരെയധികം താങ്ക്സ് ഉണ്ട്. 1 year ബാക്കാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. പക്ഷേ ഇപ്പോഴും എനിക്ക് ഓരോരോ സ്ഥലത്ത് പോയതും എല്ലാം ഓർമ്മയുണ്ട്. പഴയ ഓരോരോ കാര്യങ്ങൾ ഓർക്കുമ്പോഴും ഭയങ്കര രസമാണ്. ചില മെഷീൻസൊക്കെ ഭയങ്കര ഹൈറ്റ് ആയിരിക്കും, അതിൻ്റെ പാനൽ മേലെ ആയിരിക്കും. സോ നമുക്ക് മേലെ
കയറിയിട്ട് വേണം അതിൻ്റെ പാനൽ വയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ കമ്പോണൻസ് മാറ്റാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ മേലെ കയറിയിട്ട് അതിൻ്റെ കമ്പോണൻസും വയറിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് അത് കുറച്ചൊരു ടഫാണെങ്കിലും ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ നല്ല രസം തോന്നുകയാണ്. ഞാനൊരു പെൺകുട്ടിയാണെങ്കിൽ പോലും അതിൽ ആ ഓരോരോ കാര്യങ്ങളും ചെയ്യാൻ അവരെന്നെ എന്താ പറയുക സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ചെയ്തിട്ടും ഐ എം വെരി ഹാപ്പിയാണ്. ഒരു റിഗ്രറ്റും ഇല്ല എനിക്ക് അവിടെ 1 year വർക്ക് ചെയ്തിട്ടുള്ളതിന്. പിന്നെ ഇത് ഫാറ്ററിൻ്റെ ഒരു മെഷീനാണ്. ഫാറ്ററിൻ്റെ മെഷീൻ നമ്മൾ നേരെ കണ്ടു. ഇത് അവർ ഇപ്പോൾ സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്ന ഫാറ്ററിൻ്റെ ഒരു മെഷീനാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടി, ഒരുപാട് മെഷീൻസ് കണ്ടു, ഒരുപാട് കമ്പനീസ് വിസിറ്റ് ചെയ്തു, ഒരുപാട് ക്ലയൻറ്റിനെ മീറ്റ് ചെയ്തു. ഇത് കൂപ്പറിൻ്റെ ഒരു മെഷീനാണ്. കൂപ്പറിൻ്റെ ഒക്കെ ഒരുപാട് മോഡലുള്ള മെഷീൻസൊക്കെ ഉണ്ട്. അവർ 2-3 മെഷീൻസാണ് നമുക്ക് റെട്രോഫിറ്റ് ചെയ്യാൻ വേണ്ടി കാണിച്ചു തന്നത്. പിന്നെ 5 axis 3 axis 2 axis മെഷീൻസൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഓരോരോ ക്ലയൻറ്റിൻ്റെ ആവശ്യാനുസരണം അവർക്ക് വാങ്ങിക്കൊണ്ടാവുന്നതേ ഉള്ളൂ. ഈ ഒരു മെഷീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ സ്റ്റിയറിംഗ് ഒക്കെ മോഡലുള്ള ഒരു മെഷീനാണിത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു മോഡല്. അതിൻ്റെ ഇപ്പുറത്തുള്ള ആ ഒരു മോഡലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിൻ്റെ ഒരു കുട്ടി പോലെ നല്ല ഭംഗിയുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. കുറച്ച് ടെക്കികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും, അല്ലെങ്കിൽ മെഷീൻസിനോട് കുറച്ചൊരു ഇഷ്ടമുള്ളവർ, അല്ലെങ്കിൽ എൻജിനീയേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ CNC ഓപ്പറേറ്റേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഓരോരോ മെഷീൻസും അതിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബിക്കോസ് ഐ എം വെരി ഹാപ്പി. അപ്പോൾ നിങ്ങളും ഹാപ്പി ആവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ, ഒരു കണ്ടൻറ്റ് ഞാൻ ഇടുന്നത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ എം വെരി സോറി. ബിക്കോസ് ഇത് എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഇതൊക്കെ കാണാൻ ഇഷ്ടമാണ്, അങ്ങനെ എടുത്തതാണ് ഈ ഒരു വീഡിയോ. So I hope all of you enjoy. If you like this video, do hit that like button and share with your friends. And don't forget to subscribe my YouTube channel and press the bell button.
പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് അമർത്തി പൊട്ടിക്കുക. താങ്ക് യു.